മുഖസ്തുതി ഡേഞ്ചർ ആവൂല, പരിക്കുണ്ടാക്കൂല, അപകടം ഉണ്ടാക്കൂല. ആർക്ക്? ലിമൻ അറഫ നഫ്സഹു, സ്വന്തം മനസ്സിനെ മനസ്സിലാക്കിയ വ്യക്തികൾ. ചുരുക്കത്തിൽ മറ്റുള്ളവരുടെ വാഴ്ത്തൽ കേൾക്കുമ്പോൾ അഭിമാനം കൊള്ളാൻ പാടില്ല. പറഞ്ഞ മോനെ പറഞ്ഞൂടെ, നീ പറയാനും അത് കേൾക്കാൻ ഞാനും അർഹനാണ്, അതുകൊണ്ട് പറഞ്ഞൂട് എന്ന നിലക്ക് ഉള്ള സമീപനം പറ്റില്ല. അത് കേട്ട് സന്തോഷിക്കാൻ പറ്റൂല, അത് കേട്ട് അംഗീകാരം കൊടുക്കാൻ പറ്റൂല. പിന്നെന്താ ചെയ്യേണ്ടത്? വെറുപ്പും എതിർപ്പും പ്രകടിപ്പിക്കണം. ദീന് എന്നെ ഒരാൾ വാഴ്ത്തിയാല്, നിങ്ങളെ ഒരാൾ മുന്നിലിട്ട് വാഴ്ത്തിയാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചിരിക്കുക. റെഡിമെയ്ഡ് പറ്റൂല. അല്ലെങ്കിൽ മൗനാനുവാദം, കുഴപ്പമൊന്നുമില്ല, ഞാൻ അപ്പൊ അതിനൊന്നും പറയണില്ല, നീ അങ്ങനെ പറഞ്ഞൂട്, ഞാൻ കേൾക്കാം, അതും പറ്റൂല. അംഗീകാരം കൊടുക്കാൻ പറ്റൂല, അതിന് അഭിമാനം കൊള്ളാനും പറ്റൂല, സന്തോഷം പ്രകടിപ്പിക്കാനും പറ്റൂല. പിന്നെന്താ ചെയ്യേണ്ടത്? ഈ മുഖസ്തുതി കേട്ടതിന്റെ വെറുപ്പ് പ്രകടിപ്പിക്കണം, അത് കാണിക്കുക തന്നെ ചെയ്യണം. പുറത്ത് കാണിക്കണം ആ വെറുപ്പ്, എതിർപ്പ് പറയണം, വെറുപ്പ് കാണിക്കണം. എങ്ങനെ എതിർപ്പ് കാണിക്കേണ്ടത്? നിങ്ങളെ മുന്നിൽ വന്ന് ഒരാൾ നിങ്ങളുടെ മുഖസ്തുതി പറഞ്ഞാൽ എതിർപ്പ് കാണിക്കണം. എങ്ങനെ എതിർപ്പ് കാണിക്കണമെന്നു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. എന്നെ ഒരാൾ വാഴ്ത്തിയാൽ ഞാൻ എങ്ങനെ എതിർപ്പ് കാണിക്കുക? ഞാൻ പറയാം, അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് ചെയ്താൽ മിക്കവാറും അടിപിടി ഉണ്ടാവും. പക്ഷെ സംഗതി യാഥാർത്ഥ്യമാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്, ലഈഫല്ല, സ്വഹീഹ് ഹദീസാണ്. ഇദാ റഅയ്തുമുൽ മദ്ദാഹീൻ, മുസ്തഫായ നബി തങ്ങൾ പറയുന്നു, ഇദാ റഅയ്തുമുൽ മദ്ദാഹീൻ, മുഖസ്തുതി പാട്ടുകാരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഫഹസൂ ഫീ വുജൂഹിഹിം അത്തുറാബ്, അവരുടെ മുഖത്ത് നിങ്ങൾ മണ്ണ് വാരി എറിയണം. അവരുടെ മുഖത്ത് നിങ്ങൾ മണ്ണ് വാരി എറിയണം. അത്രയൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ തന്നെ പറഞ്ഞത്. അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാല് മണ്ണ് വാരി ഒരു മനുഷ്യന്റെ മോന്തം പെടാൻ പറ്റുമോ? സ്വഹാബികൾ ഇത് കേട്ടു, അനുസരിച്ചു. അതും കാണാം സ്വഹീഹ് മുസ്ലിമില്. സ്വഹാബികൾ ഇത് അക്ഷരാർത്ഥത്തിൽ കേട്ട് അനുസരിച്ച് അങ്ങനെ ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത് അനിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, സ്വഹാബി വര്യനായ മിഖ്ദാദ് എന്നവർ പറയുന്നു, അന്ന റജുലൻ ജഅല യംദഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുന്നിൽ ഞങ്ങൾ നിൽക്കുക. അപ്പൊ ഒരുത്തൻ വന്നിട്ട് ഖലീഫയെ ഇങ്ങനെ വാഴ്ത്തിയിട്ട്, എന്തിനാ ഭരണാധികാരികളെ വാഴ്ത്തിയാലാണ് കാര്യം കിട്ടുക. ഇവിടെ എതിർത്താലാ കാര്യം കിട്ടുക. 4 വോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഭരണാധികാരിയെ എതിർക്കണം, എന്നാലാണ് നമുക്ക് ആ കസേരയിൽ കയറാൻ പറ്റുള്ളൂ. പക്ഷെ രാജാധികാരത്തിലും ഇസ്ലാമിന്റെ ഖിലാഫത്തിലും എതിർക്കാൻ പറ്റൂല, അനുസരിച്ച് നിന്നോളണം. പിന്നെന്താ ചെയ്യാ? എതിർക്കാൻ ഏതായാലും പറ്റില്ല, എന്നാ നല്ലത് പറഞ്ഞിട്ട് കിട്ടുന്നത് പോന്നോട്ടെ. ഇങ്ങനൊരു സ്വഭാവം. അപ്പോ ഖലീഫയുടെ മുന്നിൽ വന്നിട്ട് ഒരുത്തൻ ഇങ്ങനെ മുഖസ്തുതി പാടാൻ തുടങ്ങി. ഫഅമിദൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖസ്തുതി ഒരു മുസ്ലിം സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇത് കേട്ട സ്വഹാബിയായ മിഖ്ദാദ് എന്നവർ ഫഅമിദ, അദ്ദേഹം ഫയഹ്സു ഫീ വജ്ഹിഹിൽ ഹസ്ബാ, മുട്ടുകുത്തി നിന്നു. ഈ കിതാബ് തന്നെ കാണാം, അദ്ദേഹം നല്ല ഫിഗറുള്ള ആളായിരുന്നു, വലിയ തടിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് കുനിഞ്ഞു നിന്നിട്ട് മണല് വാരാൻ, ചരൽ കല്ലുകൾ വാരാൻ പറ്റാതിരുന്നപ്പോ എന്ത് ചെയ്തു? മുട്ടങ്ങട് കുത്തി, മുട്ടുകുത്തിയിട്ടാണ് ഇരുന്നിട്ട് എന്ത് ചെയ്തു? അവിടെ മണ്ണില്ല, അവിടെ ഉള്ള എന്താണ്? ചരൽ കല്ലും മണൽ. അത് എടുത്തിട്ട് മോന്തമ്മക്കണ്ട് എറിഞ്ഞു. എറിഞ്ഞപ്പോ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ മിഖ്ദാദ് മാ ശഅനുക, എന്ത് പണിയായി ചെയ്യണത്? അപ്പോ വലിയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പക്ഷെ ഈ ഹദീസിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കും അതിന്റെ സംഭവം. എന്താ മിഖ്ദാദ് ഈ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ ചെയ്യുന്നത് ഒരു വെറും പണിയല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ഇദാ റഅയ്തുമുൽ മദ്ദാഹീൻ ഫഹ്സൂ ഫീ വുജൂഹിഹിമുത് തുറാബ്. ഇങ്ങനത്തെ സാധനങ്ങളെ കണ്ട അപ്പ മണ്ണ് വാരി എറിഞ്ഞോളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. പടച്ചറബേ, അങ്ങനെ ഉണ്ടോ?
അപ്പൊ ഈ പണി ചെയ്താല് അല്ലേ, ഇതിപ്പോ എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മളെ നല്ലത് പറഞ്ഞവന് ഈ നിലക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഇവന് വട്ടായി എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അഡ്മിറ്റ് വെക്കും അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നില്ലെങ്കിലും മിനിമം എന്ത് ചെയ്യാ, അതിനെ എതിർക്കുകയും വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യാ. കാരണം ഇതിനും മാതൃക ഉണ്ട്. മണ്ണ് വാരി എറിയുന്നതിന് മാത്രമല്ല മാതൃക ഉള്ളത്, എതിർപ്പ് പ്രകടിപ്പിച്ച് അവിടെ അവസാനിപ്പിച്ചതിനും മാതൃകയുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത്, താബിഉകൾ, അതിനുശേഷം വന്ന ഇമാമുകൾ, ഇവരെയൊക്കെ മുഖസ്തുതി പാടി ചില ആളുകൾ വന്നപ്പോ അവരെങ്ങനെ റിയാക്ട് ചെയ്തു, എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ അതിനെ നേരിട്ടു എന്നൊക്കെ നമ്മുടെ കിതാബുകളിൽ വ്യക്തമായി കാണാം. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് ഒരാൾ മുഖസ്തുതി പാടി. അങ്ങാരാ? കിസ്റ കൈസറിനെ കിടുകിടാ വിറപ്പിച്ച ജഗകേസരി. അങ്ങാരാ? പ്രവിശാലമായ ഭൂഖണ്ഡങ്ങളെ ഇസ്ലാമിന് കീഴ്പ്പെടുത്തിയ അധികാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുഹ്ലികു നഫ്സക അതുഹ്ലികു നഫ്സക വനഫ്സി. നീ നിന്നെയും എന്നെയും തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണോ? നിർത്തടോ. ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ മണ്ണുവാരി എറിഞ്ഞില്ല. എന്താ ചോദിച്ചത്? നീ എന്നെയും നിന്നെയും തകർക്കാൻ വേണ്ടി വന്നതാണോ? അതുകൊണ്ട് നിർത്തിക്കോന്ന് പറഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഇതുപോലെ ഒരുത്തൻ മുഖസ്തുതി പാടാൻ വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു എന്താ ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വജ്അൽനീ മിമ്മാ യളുന്നൂൻ. ഒറ്റ ദുആ. ഖലീഫയായ കാലത്തെ അലിയാര് തങ്ങളെ മുന്നിൽ വന്ന് മുഖസ്തുതി പാടിയപ്പോ പറഞ്ഞപ്പോ ഒറ്റ ദുആ. എന്താ ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മിമ്മാ ലാ യഅലമൂൻ. ഈ സാധുക്കൾക്ക് എന്നെ കുറിച്ച് അറിയാത്ത ഒരുപാട് കുറ്റം എന്നിലുണ്ട് എന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. പടച്ച റബ്ബേ, അതിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അത് നീ എനിക്ക് മാപ്പ് തരണം റബ്ബേ. ഇവരെന്നെ വാഴ്ത്തുന്നത് അത്തരം കുറ്റങ്ങൾ ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ പടച്ചവനെ. ആരായി പറയണേ? ആരാ പറയുന്നത്? മഹാനായ അലി റളിയല്ലാഹു അൻഹു. ഇവർക്കറിയാത്ത പാപത്തിന്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ. അവരെന്നെ കുറിച്ച് ഈ പറയുന്ന കാര്യത്തിൽ നീ എന്നെ അടിക്കരുതേ റബ്ബേ, നീ എന്നെ പിടികൂടരുതേ റബ്ബേ, ആ വാക്കിൽ നീ എന്നെ പെടുത്തിക്കളയരുതേ റബ്ബേ. വജ്അൽനി ഖൈറൻ മിമ്മാ യളുന്നൂൻ. അവർക്ക് എന്നെ കുറിച്ച് എന്തൊരു വിചാരമാണോ ഉള്ളത്, എന്തൊരു കാഴ്ചപ്പാടാണോ ഈ ജനങ്ങൾക്ക് എന്നെ കുറിച്ചുള്ളത് എങ്കിൽ അതിനേക്കാൾ നീ എന്നെ നന്നാക്കി തരണേ തമ്പുരാനേ എന്ന് ദുആ ചെയ്തു. ഈ ദുആ ആളുകൾ കേട്ടു, മനസ്സിലല്ല, ശരിക്ക് മുഖസ്തുതി പാടിയവരും ആ സദസ്സിൽ ഉണ്ടായിരുന്നവരും കേൾക്കത്തക്ക വിധത്തിൽ ദുആ ചെയ്തു. അത് വിനയല്ലേ? വേറൊരു സമയത്ത് ഒരുത്തം വന്നിട്ട് ഇങ്ങനെ സുഖിപ്പിക്കാൻ നോക്കി അലിയാര് തങ്ങളെ. അപ്പൊ പറഞ്ഞു, നിർത്തിക്കോ. അനാ ദൂനമാ ഖുൽത വഫൗഖ മാ ഫീ നഫ്സിക. ഓടുന്നു. എന്താ പറഞ്ഞത്? അന ദൂനമാ ഖുൽത. നീ പറഞ്ഞ അത്രയൊന്നും ഞാൻ പൊങ്ങിയിട്ടില്ല. നീ ഇപ്പൊ കുറെ പറഞ്ഞു പൊക്കിയല്ലേ എന്നെ, അത്രയൊന്നും ഞാൻ മുകളിലല്ല, അതിന്റെ താഴെയാണ് ഈ അലി ഉള്ളത്. എന്നാൽ വഫൗഖ മാ ഫീ നഫ്സിക, നീ എന്നെ കുറിച്ച് മനസ്സിലാക്കിയതിന്റെ മീതിയാണ് ഞാൻ. എന്താ അതൊക്കെ വാക്ക്? നീ ആ പൊക്കി പറഞ്ഞ വാക്കിനോളം ഞാൻ പൊങ്ങിയിട്ടില്ല, അതിന്റെ താഴെ ഞാൻ ഉള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നീ എന്നെ കുറിച്ച് മനസ്സിലാക്കിയതിന്റെ മീതെ മുകളിലുമാണ് ഞാൻ ഉള്ളത്. എന്നുവെച്ചാല് നീ എന്നെ കുറിച്ച് മനസ്സിലാക്കിയത് എന്താ? 4 മുഖസ്തുതി പറഞ്ഞാൽ ഞാനത് പൊങ്ങുന്നല്ലേ? ഞാൻ പൊങ്ങൂല മോനെ, അതിന്റെ മീതെ ഞാൻ ഉള്ളത്, ഞാൻ പൊങ്ങൂല. എന്നാൽ നീ ആ പറഞ്ഞ വേർഡ്സ് ഉണ്ടല്ലോ, വാക്കുകള്, ആ വാക്കുകൾ അത്ര ഞാൻ എത്തിയിട്ടില്ല. നിനക്കൊക്കെ നിന്റെ പണി നോക്കാന്ന് പറഞ്ഞു. ഇത്തരം ചതിയിലൊന്നും പെടാൻ പാടില്ലേ. വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാ വലിയ ചിന്തകനാണ്, സൂഫി വര്യനാണ്, തത്വചിന്തകനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ നിന്നെ കുറിച്ച് ഇല്ലാത്ത സ്തുതിഗീതങ്ങൾ പറഞ്ഞാല് നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത് കാര്യം? ഇദാ സമിഅത അർ-റജുല യഖൂലു ഫീകൽ ഖൈറ മാ ലം യകുൻ ഫീക മാ ലൈസ ഫീക. നിന്നിൽ ഇല്ലാത്ത ചില പ്ലസ് പോയിന്റ് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ വാഴ്ത്തി പറയുന്നത് നിങ്ങൾ കേട്ടാൽ, നിങ്ങളിൽ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സുഖിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടാൽ, ഫലാ തഅമൻഹു അൻ യഖൂല ഫീക മിൻ ശർരിൻ മാ ലൈസ ഫീക. എന്ത്? അവനെ നിങ്ങൾ വിശ്വസിക്കേണ്ട. കാരണം ഇല്ലാത്ത ഗുണം പറഞ്ഞ് വാഴ്ത്തുന്നവൻ ഇല്ലാത്ത മോശം പറഞ്ഞ് വിമർശിക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾ നിങ്ങളെ മേൽ ആരോപിക്കുകയും ചെയ്യും. ഇല്ല
ഇല്ലാത്ത നന്മ പറഞ്ഞ് മുഖസ്തുതി പറയുന്നവൻ അവൻ എന്ത് ചെയ്യും? തക്കം കിട്ടിയാല് നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾ നിങ്ങളിൽ ആരോപിച്ച് നിങ്ങളെ ഇകഴ്ത്തുകയും കുറ്റം പറയുകയും ചെയ്യും. ദീന് വളരെ വിശാലമാണ് സഹോദരന്മാരെ. നമ്മുടെ ദീന് നമ്മുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മാനം സംരക്ഷിക്കാനുള്ള മാർഗം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഈമാൻ കാക്കാൻ വേണ്ട മാർഗം പറഞ്ഞു തരുന്നുണ്ട്. പരലോകത്തേക്ക് വേണ്ട സുരക്ഷ മാത്രമല്ല, ഭൗതിക ലോകത്ത് ദുന്യാവിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മാനം കാക്കാൻ, ചതിക്കുഴികളിൽ പെട്ടുപോകാതിരിക്കാൻ ഏതൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണമോ അതൊക്കെ അക്കമിട്ട് നിരത്തി പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അല്ലേ? ദീനിലില്ലാത്ത കേസ് എന്താ? നമ്മുടെ വർത്തമാന കാലത്ത് നമ്മുടെ രാജ്യവും നമ്മുടെ നാടും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ദീന് പരിഹാരം പറഞ്ഞു തന്നിട്ടില്ലേ? നിസ്സാരമായൊരു കേസാണ്. നീ സൂക്ഷിച്ചോ, നിന്റെ മുഖസ്തുതി പറയുന്ന ചങ്ങാതി ഉണ്ടല്ലോ ഇല്ലാത്തത് പറഞ്ഞിട്ട് അവന് നീ വിശ്വസിക്കേണ്ട. കാരണം തക്കം കിട്ടിയാൽ എന്ത് ചെയ്യും? നിന്റെ ഇല്ലാത്ത കുറ്റം പറഞ്ഞിട്ട് നിന്നെ ഇകഴ്ത്തും. ഇതൊക്കെ പറഞ്ഞു തരികയാണ്. ഇത് ഏതടിസ്ഥാനത്തില്? ഹദീസിൽ നിന്ന്, ഖുർആനിൽ നിന്ന് മഹാന്മാരായ ജ്ഞാനികൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം കൊണ്ട് മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ. അള്ളാഹുവിന്റെ നിയമം കൊണ്ട് മാത്രമേ സമാധാനം കിട്ടുള്ളൂ. ഇപ്പോ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാല് ഇവിടെ ചെവി പൊത്തിയിട്ട് പള്ളിയിൽ ഇരിക്കല. ഞാൻ ഒരു ദിവസം ഒരു 12-24 പ്രകടനങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? പള്ളിയിലായതുകൊണ്ട് എപ്പോഴും നിസ്കാര സമയത്തും അല്ലാതെ പ്രകടനം ഇങ്ങനെ നടക്കേണ്ടതാണ്. എന്തിനാണ് ഈ പ്രകടനം? നിങ്ങൾ കേട്ടില്ലേ? ഒരു പാവപ്പെട്ട പെൺകുട്ടി അതിനീചമായി ക്രൂരമായി വധിക്കപ്പെട്ടു. സത്യാണ്, വധിക്കപ്പെട്ടു. ഈ വധിക്കപ്പെട്ടപ്പോ ഭൂരിഭാഗം ആളുകളും വെള്ളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്ന തിരക്കിലാണ്. കാരണം മീൻപിടുത്തത്തിന്റെ സമയമാണ് ഇത്, 16-ാം തീയതി അല്ലെ? മീൻ പിടിക്കേണ്ട ചൂണ്ടലിടേണ്ട സമയമാണ് അന്ന്. അപ്പൊ അന്ന് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പള്ളിയിൽ വരുന്ന ചില സുഹൃത്തുക്കളൊക്കെ ആ കലക്കലിൽ ഞാൻ കണ്ടു. കാരണം ഇത് ചില സമയത്തൊക്കെ റോട്ടിലേക്ക് നോക്കുമ്പോ കൃത്യമായിട്ട് 5 വക്തിനും എന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ വെള്ളം കലക്കാൻ നോക്കുന്നുണ്ട്. ആയിക്കോട്ടെ, കലക്കിക്കോട്ടെ, വോട്ട് കിട്ടുന്നത് മേടിച്ചു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ പ്രതിഷേധം ഇരമ്പിയപ്പോൾ, ഈ കാടത്തത്തിനെതിരെ, കാട്ടാള പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഉയർന്നു കേട്ടപ്പോൾ പല കോണുകളിൽ നിന്നും പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാനായി. വോട്ടുപിടുത്തത്തിന്റെ കേസല്ല ഞാൻ പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരു പ്രതിഷേധം ഇപ്പോഴത്തെ BJP MP ആയ സിനിമാ നടനായ സുരേഷ് ഗോപിയുടെ വകയായിട്ട് ഒരു പ്രഖ്യാപനം, ഒരു പ്രസ്താവന വന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പത്രത്തിൽ വന്നിരുന്നു അത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ സൗദി അറേബ്യയിലെ ശിക്ഷാ നടപടിയായ പരസ്യമായിട്ട് തലവെട്ടുന്ന ശിക്ഷാ നടപടി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് നമ്മളല്ല. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ടെററിസ്റ്റുകളാകും. നമുക്കത് പറയാൻ പറ്റൂല. ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികൾ, ഇസ്ലാമിന്റെ ശിക്ഷ, ക്രിമിനൽ നിയമങ്ങൾ, ശരീഅത്ത് നിയമം കൊണ്ടുവരണമെന്ന് നമുക്ക് പ്രസ്താവന ഇറക്കാൻ പറ്റില്ല. ഇറക്കിയത് അപകടമാണ്. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞു, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ ഇസ്ലാമിക ശരീഅത്തിലെ ശിക്ഷ കൊന്നവന് പകരം കൊല്ലുക തന്നെ വേണമെന്ന് പറയുമ്പോ അത് സത്യമല്ലേ? പ്രിയപ്പെട്ട സുരേഷ് ഗോപി, നിങ്ങൾ ഈ ഒരു നിയമം മാത്രമല്ല പഠിക്കേണ്ടത്. വിശുദ്ധ ശരീഅത്തിന്റെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തിന്റെ സൗഖ്യത്തിനും സമാധാനത്തിനും നീതിക്കും സ്വസ്ഥതക്കും വേണ്ടി ഇറക്കി തന്ന നിയമ സംഹിതകൾ ഓരോന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും. ഈ രാജ്യത്തുള്ള സകലമാന മതസ്ഥർക്കും വ്യക്തമാകും. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും വ്യക്തമാകും. അല്ലാഹുവിന്റെ നിയമം മാത്രമാണ് അജയ്യമായത്. അത് മാത്രമാണ് പ്രായോഗികമായത്. അതുകൊണ്ട് മാത്രമാണ് സമാധാനം കിട്ടുക. വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ ഉലിൽ അൽബാബ്, വിശുദ്ധ ഖുർആൻ. കൊന്നവനെ എന്തിനാ അവനോട് നിങ്ങൾ മൃദുലമായ സമീപനം കാണിക്കുന്നത്? എന്തിനാണ് അവനോട് നിങ്ങൾ കരുണ കാണിക്കുന്നത്? കൊലയാളിയോട്, പാവപ്പെട്ട സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും പിടിച്ചിറക്കി പിച്ചി ചീന്തിക്കൊന്ന ഗോവിന്ദച്ചാമി ഇന്നും വധിക്കപ്പെട്ടിട്ടില്ല. നിയമത്തിന്റെ കുരുക്കിൽ അയാൾ സുഖമായിട്ട് ജീവിക്കാണ്. നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നേരത്തിന് എല്ലാ സൗകര്യങ്ങളും ജയിലറയിൽ അയാൾക്കുണ്ട്.
ഡൽഹിയിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് വധിക്കപ്പെട്ട ആ കുറ്റകൃത്യത്തിലെ ആ വലിയ കാട്ടാളിത്തത്തിൽ പ്രതികളായ ആളുകൾ, അവർ ഇന്നും അവർക്ക് തൂക്കുമരം കിട്ടിയിട്ടില്ല, അവർ വധിക്കപ്പെട്ടിട്ടില്ല. അവരെപ്പോഴാ വധിക്കപ്പെടുകയാണെങ്കിൽ പാവപ്പെട്ട മർദ്ദിതരായ പീഡിതരായ ഇവരുടെ അക്രമത്തിനിരയായ ആളുകളുടെ കുടുംബം മുഴുവൻ മരിച്ചു പോയിട്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും. അതിനൊരു ജീവപര്യന്തം ചിലപ്പോ അത് പറ്റൂല. പരസ്യമായി രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഭീകരന്മാരെ ഈ അടുത്ത കാലങ്ങളിൽ ഈ രാഷ്ട്രത്തിലേക്ക് തൂക്കിക്കൊന്നില്ലേ? എങ്ങനെ കൊന്നത്? ജയില് വളപ്പിൽ സ്വകാര്യമായിട്ട് തൂക്കിക്കൊന്നു. പത്രക്കാരെ പോലും കയറ്റി. അതൊന്നും പറ്റൂല. ഈ വക സാധനങ്ങളെ എങ്ങനെ ഇപ്പൊ സൗദിയിൽ എങ്ങനെ തലവെട്ടല്? ജുമാ കഴിഞ്ഞിട്ട് ആളുകൾ കൂടിയ നേരത്തെ കവലക്കെ അതിനെ പരസ്യം ചെയ്തിട്ട് അങ്ങനെ തന്നെ വേണ്ടത്. കാരണം കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് അത് പാഠമാകണം, മറ്റുള്ളവർക്കത് മനസ്സിലാകണം. ഇതാണ് അള്ളാഹു തീരുമാനിച്ചത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വലക്കും, നിങ്ങൾക്കുണ്ട്, ഫിൽ ഖിസാസി, കൊലയാളിയെ പകരം കൊല്ലുന്നതിൽ നിങ്ങൾക്കുണ്ട്, ഹയാത്തുൻ, സ്വസ്ഥമായ ജീവിതം, സമാധാനത്തോടുകൂടെയുള്ള ജീവിതമുണ്ട്. ഇത് ചെയ്യാത്തത് കൊണ്ടല്ലേ ജിഷ എന്ന പെൺകുട്ടി വധിക്കപ്പെട്ട പിറ്റേ ദിവസങ്ങളിൽ ബലാത്സംഗത്തിന്റെ, സ്ത്രീ പീഡനത്തിന്റെ മാലപ്പടക്കങ്ങളല്ലേ പൊട്ടിയത്? അതിന്റെ പിറ്റേന്ന് 2 എങ്ങനെ ഇല്ലാണ്ടിരിക്കുക? സ്വസ്ഥ ജീവിതം കിട്ടാൻ പോകുന്നില്ല. അത് സുരേഷ് ഗോപി പറഞ്ഞത് തന്നെ നടപ്പിലാക്കണം. സുരേഷ് ഗോപി പറഞ്ഞത് നമ്മൾ ഏറ്റുപിടിക്കുക മാത്രമാണ്. നമ്മുടെ മതം, വിശുദ്ധ ഖുർആൻ ഇന്നും അത് ഉറക്കെ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വധിക്കപ്പെട്ട പെൺകുട്ടിയുടെ തള്ളെന്താ പറയുന്നത്? എന്റെ മോളെ കൊന്നവരെ കൊല്ലണമെന്നാണ് പറയുന്നത്. പക്ഷെ ആരുണ്ട് ഈ വിളി കേൾക്കാൻ? ആരുണ്ട് ഇവരുടെ രോധനം കേൾക്കാൻ? കുറ്റവാളികളെ സമുദ്ധരിക്കണം, അവരോട് കരുണ കാണിക്കണം. ഇങ്ങനെ കരുണ കാണിച്ചിട്ട് എന്താ ഉണ്ടാകുന്നത്? കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിന് മാത്രമേ, അള്ളാഹുവിന്റെ നിയമത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് മോചനം തരാൻ സാധിക്കുകയുള്ളൂ. ഇത് രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടാൻ നമുക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സാധിക്കില്ല. മുസ്ലിങ്ങളായ സത്യവിശ്വാസികളായ നാം നമ്മുടെ മതത്തിന്റെ, നമ്മുടെ നിയമാവലികളുടെ, നമ്മുടെ ശരീഅത്തിന്റെ ആ വീര്യവും നിലവാരവും വിലയും നമ്മൾ ഗ്രഹിക്കണമെന്ന് മാത്രമാണ് സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്തുന്നത്. ഏതായാലും അതിരിക്കട്ടെ. അപ്പൊ നമ്മുടെ മാനം സംരക്ഷിക്കാൻ മുഖസ്തുതി പാട്ടുകാരുടെ പിറകെ പോകണ്ടെന്നാ പറഞ്ഞത്. മഹാന്മാരായ ജ്ഞാനികൾ എന്ത് ചെയ്തു? സ്വാലിഹീങ്ങളെ മുന്നിലൊക്കെ വന്ന് ഇങ്ങനെ മുഖസ്തുതി പറയുമ്പോ അവര് ദുആ ചെയ്യുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതുപോലെ മറ്റൊരു ജ്ഞാനിയുടെ ചരിത്രത്തിൽ കാണാം, അല്ലാഹുമ്മ അൻത തഅരിഫുനി വലാ യഅരിഫൂനി. ആളുകൾ ഇങ്ങനെ വന്ന് പൊക്കി പറഞ്ഞപ്പോ സ്റ്റേജിൽ ഇരുന്നിട്ട് ഇങ്ങനെ പൊങ്ങല്ല ചെയ്തത്. അല്ലാഹുമ്മ അൻത തഅരിഫുനി, പടച്ച റബ്ബേ നിനക്കറിയാലോ എന്നെ കുറിച്ച്, വലാ യഅരിഫൂനി, ഇവർക്ക് എന്നെ കുറിച്ച് അറിയൂല്ലല്ലോ പടച്ചവനെ, നിനക്കാണല്ലോ അറിയാ, ഇവർക്കറിയൂലല്ലോ റബ്ബേ. വേറെ ഒരു ജ്ഞാനിയുടെ മുമ്പാകെ വന്ന് വാഴ്ത്തി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന അബ്ദക ഹാദാ തഖറബ ഇലയ്യ ബിമഖതിക. പടച്ചവനെ, ഇവൻ എന്നെ എങ്ങനെ സുഖിപ്പിക്കുന്നത്, ഇത്തരം പൊക്കിപ്പറയലുകൾ നടത്തുന്നത് എന്റെ സാമീപ്യവും പൊരുത്തം കിട്ടാനല്ലേ, അതിലൂടെ നിന്റെ വെറുപ്പല്ലേ ഈ സാധു സമ്പാദിക്കുന്നത് റബ്ബേ, അവന് പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. ഇങ്ങനെ മഹാന്മാരായ ജ്ഞാനികൾ, അള്ളാഹുവിന്റെ ഔലിയാക്കള്, അവരൊക്കെ എന്തൊക്കെ പ്രശംസിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നാലും അവർക്ക് വാഴ്ത്തൽ കേൾക്കുന്നത് ഇഷ്ടമല്ല. അള്ളാഹിന്റെ ആരിഫീങ്ങള്, ഔലിയാക്കൾ, അവരെ മുമ്പാകെ ക്ലേശമനുഭവിക്കുന്ന, വേദനയനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ആളുകൾ ചെന്ന് ദുആ വസിയത്താക്കിയാൽ ഒരു പക്ഷേ അവർക്ക് ന്യായമാണെന്ന് തോന്നിയാൽ ഇൻഷാ അല്ലാഹ് അത് ശരിയായിക്കോളെന്ന് പറയും അല്ലേ? ഔലിയാക്കളിലെ പ്രസിദ്ധനായ മടവൂരൊക്കെ അങ്ങനെയായിരുന്നു. മടവൂർ ഒരു വലിയ ആരിഫായിരുന്നു. അദ്ദേഹം കിതാബ് തിരിയുന്ന ആളായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഈ ആത്മീയതയുടെ മസ്ത് ബാധിച്ച് അദ്ദേഹത്തിന് ചില അവസ്ഥകളൊക്കെ ഉണ്ടായി. അത് നമുക്ക് മാതൃകയല്ല. അത് അദ്ദേഹത്തിന്റെ റേഞ്ചാണ്, അത് നമുക്ക് മാതൃകയല്ല. അൽ ഉഖലാഉൽ മജാനീൻ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് മുസ്ലിം ലോകം അവരെ വിശേഷിപ്പിച്ചു. അങ്ങനത്തെ ചില മസ്ത് ബാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ ഇത് ഇങ്ങനെ പറയാം, ഇൻഷാ അല്ലാഹ് അതിന് വേണ്ട, അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിന് വേണ്ട. അതുണ്ടാവില്ല. ഞാൻ അവനെ കൊന്നിരിക്കുന്നു, ആ സമയം മരിച്ചു വീഴുക.
അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട്. വെറുതെ അല്ല. മടവൂര് അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചൊക്കെ ആളുകൾ ബഹുമാനിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ മദ്ഹുകളൊക്കെ പറയുകയും ചെയ്യുന്ന അനുഭവസ്ഥരായ ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു രോഗമുണ്ട്, വല്ലാത്ത വേദന എന്ന് പറഞ്ഞാല് ഇൻഷാ അല്ലാഹ് സുഖാകും, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ട് സുഖായി. തീരെ ആ സുഖന്റെ ഒരൊറ്റ മരുന്നും കുടിച്ചിട്ടില്ല. ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം അങ്ങോട്ട് സുഖപ്പെട്ടു. ഇതിന് നന്ദി പറയാൻ ഇവരുടെ മുന്നിൽ വന്ന്, നിങ്ങളെ ദുആ കൊണ്ട് എത്ര വർഷങ്ങൾ ഞാൻ മരുന്ന് കുടിച്ച്, ഞാൻ കാണാത്ത വൈദ്യന്മാരും ഡോക്ടർമാരും ഇല്ല, നിങ്ങൾ ദുആ ചെയ്തിട്ടത് സുഖമായിട്ടുണ്ട്, നന്ദി പറയാൻ വന്നതാന്ന് പറഞ്ഞാണ്ടല്ലോ അടിച്ചിട്ടാണ് ഓടിക്കും. ആ നന്ദി എനിക്ക് വേണ്ട, ഞാനല്ല അത് സുഖപ്പെടുത്തിയത്, സുഖപ്പെടുത്തിയ റബ്ബിനോട് മതി നന്ദി. ഇതാണ് യഥാർത്ഥ ജ്ഞാനികൾ. അവർക്ക് ഈ പ്രശംസ കേൾക്കുന്നതേ ഇഷ്ടമല്ല, അവരത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് യഥാർത്ഥ ആരിഫുകൾ. ഇന്നത്തെ പണ്ഡിതന്മാരെ കേസല്ല പറയുന്നത്. ഉസ്താദേ അതങ്ങോട്ട് സുഖായി, ഞാനത് മുമ്പൊരിക്കൽ വേറൊരാൾക്ക് ഇതിലും വലിയ സൂക്കേട് ഊതിയിട്ട് സുഖമായിരുന്നു ഒരുത്തം പറയാം. ഞാൻ എന്റെ ചെവി കൊണ്ടൊരിക്കൽ കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ അടിക്കാൻ പറ്റൂല്ലോ. ഉസ്താദെ സന്താന ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, എന്തോരം കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? 16 കൊല്ലായി. ഞാൻ ഉണ്ടാക്കി തരാം. ഈ മൂലേര് പറയും സത്യം, ഞാനും ഉണ്ടാക്കി തരാം. എങ്ങനെയാന്ന് ചോദിച്ചു, ഒരു പിഞ്ഞാണം കൊടുന്നോളൂ, പിന്നെ കുറച്ച് ചരടും കൊടുന്നോളൂ. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയുകയാണെങ്കിൽ അള്ളാന്റെ സഹായത്തോടെ ഞാനുള്ള പ്രതിവിധി പറഞ്ഞുതരാന്നായിരിക്കും അതിന്റെ മായന. ഒരു ഇൻഷാ അല്ലാഹ് പോലും പറയാതെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന സമൂഹത്തിനോട് പ്രസംഗിക്കുന്ന ഈ ഹംദ് പറഞ്ഞു. ഹംദ് എന്ന് പറഞ്ഞ വിഡ്ഢി, ഞാൻ തെറിയൊന്നും അല്ലട്ടോ. ഈ വിഡ്ഢി പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ ഉണ്ടാക്കി തരാം. ഇത്ര വലിയ അപകടം അതൊക്കെ. ഉസ്താദേ എത്ര നാളായി ഞാൻ സാമ്പത്തിക വിഷമം കൊണ്ട് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ആ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഭാഗ്യത്തോട് ഭാഗ്യം വച്ചോടം ഉണ്ടാവും. ഞാൻ അതല്ലടോ, അങ്ങനെയല്ല ദീനുണ്ട്. നീ റബ്ബിനോട് നന്ദി പറയും, റബ്ബിനോട് ശുക്ർ ചെയ്യ്. റബ്ബാണ് അത് ശരിയാക്കിയത്. ഈ സാധു ഒരു നിമിത്തം മാത്രമാണ്. ഇതാണ് പറയാ. അതുകൊണ്ട് സ്തുതി, മദ്ഹ് ഇതൊരു വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അതിൽ ഒരു ഭാഗം കൂടി പറയാണ്ട് തീർന്നിട്ടില്ല. അതേതാണ്? ആത്മപ്രശംസ. ഇത് ഇത്രയും പറഞ്ഞത് എന്തെയ്യുന്നു? മറ്റുള്ളവരുടെ സ്തുതി പാടുന്ന കേസായിരുന്നു, മറ്റുള്ളവരുടെ മുഖസ്തുതി പറയുന്ന കാര്യമായിരുന്നു ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ആത്മപ്രശംസ. സ്വയം പൊങ്ങി പറയുക, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുക, നിങ്ങൾ നിങ്ങളെ തന്നെ പുകഴ്ത്തുക. ഇത് വലിയ ഡേഞ്ചറാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്കത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വിഷം നിറഞ്ഞ വാക്കുകളിൽ നിന്ന്, സംസാരങ്ങളിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഏതെന്ന് തിരിച്ചറിയാനുള്ള ബോധം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.